വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രണ്ട്സ്. കുറേ പേർ എന്നോട് റീസെൻ്റ്ലി ചോദിച്ചിട്ടുണ്ട് ICD ഇന്ത്യൻ മാർക്കറ്റിൽ വർക്കാവുമോ. അത് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയി പറയാൻ പോകുന്നത്. ഞാൻ പേഴ്സണലായി ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിലാണ്, എസ്പെഷ്യലി നിഫ്റ്റി ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ ഓപ്ഷൻ ട്രേഡിംഗിൽ ഒരു വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നു, പ്രീമിയം DK. അതുകൊണ്ട് ഞാൻ ഫോറക്സ് മാർക്കറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഫണ്ടഡ് അക്കൗണ്ട്സ്, ഹൈ ലിവറേജ്, ബെറ്റർ കൺസിസ്റ്റൻസി, ഇതൊക്കെയാണ് ഫോറക്സിൽ ഒരു വലിയ അഡ്വാൻറ്റേജായി എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഞാൻ ഫോറക്സിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇന്നർ സർക്കിൾ ട്രേഡിംഗ് കോൺസെപ്റ്റ് ഡീപ്പായി പഠിച്ചു. അത് ബേസാക്കി ഞാൻ നിഫ്റ്റി മാർക്കറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കസ്റ്റം സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്ട്രാറ്റജി എന്നെ ഓവർ ട്രേഡ് ചെയ്യുന്നത് കുറക്കാനും പേഷ്യൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം ബാക്ക് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ 1 വീക്കത്തെ ലൈവ് ഡാറ്റ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്, എത്ര അക്യുറേറ്റായി ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന്. ഇപ്പോൾ ഞാൻ മെയിൻലി ഫോറക്സ് ട്രേഡിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എസ്പെഷ്യലി നിഫ്റ്റിയിലും ഈ സ്ട്രാറ്റജി ഞാൻ അപ്ലൈ ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഷെയർ ചെയ്യുന്ന ഈ സ്ട്രാറ്റജി ഒരു ഈസി ആയ ഒരു സ്ട്രാറ്റജി അല്ല. ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു 6 മാസമെങ്കിലും ഫോർവേഡ് ടെസ്റ്റ് ചെയ്യുക. ഈ സ്ട്രാറ്റജി ഒന്ന് ഫോക്കസ് ചെയ്യുക. റിയൽ മാർക്കറ്റിൽ വർക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഞാൻ പറയുന്നത് റെഫറൻസായി എടുക്കൂ. ബ്ലൈൻഡിൽ ഇത് കോപ്പി ചെയ്യരുത്. ബാക്ക് ടെസ്റ്റും ഫോർവേഡ് ടെസ്റ്റും ചെയ്ത ശേഷം മാത്രം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യുമോ എന്ന് നിങ്ങൾ തന്നെ നോക്കണം. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, പ്യുവർലി ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷണൽ പർപ്പസിൻ്റെ വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ എൻട്രി എന്ന് വരുന്നത് 9:20 AM to 10:30 AM വരെയാണ്. അപ്രോച്ച് ഡെയിലി ബയാസ്, ഹൈ ടൈം ഫ്രെയിം കൺഫർമേഷൻ പ്ലസ് 1 മിനിറ്റ് എക്സിക്യൂഷനാണ് നമ്മൾ ചെയ്യുന്നത്. എൻട്രിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർഡർ ബുക്ക്, വോളിയം ഇംബാലൻസ്, FVG, ലിക്വിഡിറ്റി, CP, MSS, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഈ കാര്യങ്ങളാണ് നമ്മൾ എൻട്രിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ എൻട്രി നോക്കാറ്. ആ ഗ്യാപ്പ് എന്നും ഗ്യാപ്പ് ഉണ്ടാവും. നിഫ്റ്റി ഓപ്പൺ ആകുമ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ എൻട്രി സിസ്റ്റം സെറ്റാക്കിയത്. നമുക്ക് തിങ്കളാഴ്ചത്തെ 1 മിനിറ്റിൻ്റെ ചാർട്ടിലേക്ക് പോവാം. നമുക്കിവിടെ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ ഇവിടുത്തെ ഈ വോളിയം ബാലൻസ് ഒന്ന് മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ലിക്വിഡിറ്റി, CP, ഒരു MSS, ഒരു ഓർഡർ ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി നോക്കാം. ഒരു പോപ്പുലേഷൻ ബ്ലോക്ക് കിട്ടുമ്പോൾ നമ്മൾ 1 മിനിറ്റ് എൻട്രി എക്സിക്യൂട്ട് ചെയ്യും. നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൻ്റെ കൺഫർമേഷൻ പ്രകാരം മാർക്കറ്റ് അപ്പ് ആവാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് നമ്മൾ ഇന്ന് അപ്പിലേക്കാണ് നമ്മൾ എൻട്രി നോക്കുന്നത്. ബുള്ളിഷിലേക്കാണ് നമ്മൾ എൻട്രി നോക്കുന്നത്. 1 മിനിറ്റിൽ ഒരു കൺഫർമേഷൻ കിട്ടിയാൽ നമുക്ക് എൻട്രി ബേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഏതായാലും നോക്കുക. ഒരു പോപ്പുലേഷൻ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പോപ്പുലേഷൻ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി ബേസ് ചെയ്യാവുന്നതാണ്. പോപ്പുലേഷൻ ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ നമുക്ക് 50 മിനിറ്റിൻ്റെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അവിടെ ബിയറിഷ് ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അതുവരെ നമുക്ക് എൻട്രി നോക്കാവുന്നതാണ്. അതുവരെയാണ് നമ്മൾ TP വെക്കുന്നത്. SL നമ്മൾ OBയുടെ താഴെ വെക്കുന്നു. ഒരു ബ്രേക്കർ ബ്ലോക്കും ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ബ്രേക്കർ ബ്ലോക്കിൻ്റെ ഇവിടെയാണ് നമ്മൾ SL പ്ലേസ് ചെയ്യുന്നത്. TP നമ്മൾ 50 മിനിറ്റിൽ ഓർഡർ ബ്ലോക്കിൻ്റെ അവിടെ 50 മിനിറ്റിൽ ഓർഡർ ബ്ലോക്ക് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. അവിടെ ഒരു 50 മിനിറ്റിലൊരു ബിയറിഷ് ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഏകദേശം ഇതിൻ്റെ ഒരു C ലെവൽ വരെ നമുക്ക് വെക്കാം. നമുക്ക് ഏതായാലും നോക്കി നോക്കാം. നമ്മുടെ TP ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. തിങ്കളാഴ്ചത്തെ നമ്മുടെ ട്രേഡിംഗ് ടൈം എന്ന് വരുന്നത് 9:54 നമ്മൾ എൻട്രി എടുത്തത്. എക്സിറ്റ് ആയത് നമ്മൾ 10:38. ഈ ഒരു ടൈമിലാണ് നമ്മൾ എൻട്രി എടുക്കാറ്. കാരണം നമുക്കിവിടെ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ ഇവിടെ ഒരു വോളിയം ഇംബാലൻസ് കിട്ടി. ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഗ്യാപ്പ് ഇട്ടായിരിക്കും നിഫ്റ്റി ഏകദേശം എല്ലാ ദിവസവും ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആവുക. അങ്ങനെ നമുക്കിവിടെ ഒരു വോളിയം ഇംബാലൻസ് കിട്ടി. ഇവിടെ അപ്പായിരുന്നു. പിന്നെ ഇവിടുന്ന് ഡൗൺ ആയി. ഇവിടുത്തെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ഇവിടെ ഒരു ലിക്വിഡിറ്റി, CP കിട്ടി. പിന്നെ അതിനുശേഷം ഇവിടെ ഒരു MSS കിട്ടി. MSS കിട്ടിയതിന് ശേഷം ഇവിടെ ഒരു ബ്രേക്കർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ബ്രേക്കർ ബ്ലോക്കിൻ്റെ അവിടെ ഒരു പോപ്പുലേഷൻ ഓർഡർ ബ്ലോക്ക് ഇവിടെ ക്രിയേറ്റ് ആയി. ഈ പോപ്പുലേഷൻ ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്നപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. ഈ ബ്രേക്കർ ബ്ലോക്കിൻ്റെ ഡൗൺ സൈഡിലാണ് നമ്മൾ SL പ്ലേസ് ചെയ്തത്. നമ്മുടെ എൻട്രി എക്സിക്യൂട്ട് ആയി. നമ്മൾ 50 മിനിറ്റിൻ്റെ ബിയറിഷ് ഓർഡർ ബ്ലോക്കിലേക്കാണ് നമ്മൾ TP സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. 50 മിനിറ്റിൻ്റെ ബിയറിഷ് ഓർഡർ ബ്ലോക്കിൻ്റെ C ലെവലിലേക്ക് TP സെറ്റ് ചെയ്ത് വെച്ചു. TP C ലെവലിലേക്ക് മാർക്കറ്റ് വന്ന് നമ്മുടെ TP ഹിറ്റായി. ഒരു 10:38 ആയപ്പോഴേക്കും നമ്മുടെ TP ഹിറ്റായി. നിഫ്റ്റിയിൽ രാവിലത്തെ 9:20 to 10:30 വരെയുള്ള ഒരു ഫോക്കസിൽ കിട്ടുന്ന ഒരു എൻട്രിയാണിത്. ഇനി നമുക്ക് ചൊവ്വാഴ്ചത്തെ എൻട്രി ഒന്ന് നോക്കാം. നമുക്ക് ചൊവ്വാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് അവിടെ നമുക്ക് ലിക്വിഡിറ്റി, CP കിട്ടിയിട്ടുണ്ട്. ആ വോളിയം ബാലൻസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഓർഡർ ബുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 1 മിനിറ്റിൽ നമുക്കൊരു FVG കിട്ടിയിട്ടുണ്ട്. FVG ഫില്ല് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഇൻഡ്യൂസ്മെൻറ്റിൻ്റെ താഴത്തോട്ട് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ബൈ എൻട്രി പ്ലേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തായാലും നോക്കാൻ വരുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഒരു MSS ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ 4 ഹവറിൻ്റെ ഒരു PDR തട്ടി
മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. 4 ഹവറിൻ്റെ ഒരു PDR മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡൗണിലോട്ട് മാർക്കറ്റ് വരുമോ എന്ന് നമുക്ക് നോക്കാം. ടൈം 11:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ 1 മിനിറ്റിൻ്റെ ഓർഡർ ബുക്ക് എത്രമാത്രം റെസ്പെക്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ എൻട്രി എടുക്കുന്നില്ല, നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ 1 മിനിറ്റിൻ്റെ ഓർഡർ ബുക്ക് റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് ഈ മുകളിലൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ബൈ സൈഡ് ലിക്വിഡിറ്റി സീപ്പ് ചെയ്യാൻ പോവോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് എന്തായാലും നോക്കാം. 11:30 ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഇതിൽ നമ്മൾ എൻട്രി എടുക്കരുത്. നമ്മൾ 9:20 to 10:00 വരെയാണ് നമ്മൾ നോക്കാറ്. നമ്മൾ ഇങ്ങനെ വന്നതുകൊണ്ട് നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്, വാച്ച് ചെയ്ത് നോക്കുകയാണ്. നമുക്ക് പോവാം, നമുക്ക് ടെസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ഈ സ്ട്രാറ്റജി നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 11:30 ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. ചിലതൊക്കെ വാലിഡ് ആയിക്കണം, ചിലത് വാലിഡ് ആയിട്ടില്ല. നമുക്കിത് വാലിഡ് ആവോ എന്ന് നമുക്ക് നോക്കാം. കാരണം ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ഇവിടെ അതിൻ്റെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കൊണ്ട്, ഒരു ലിക്വിഡിറ്റി സീപ്പ് കൊണ്ട്, ഒരു ഓർഡർ ബുക്ക് FVG എല്ലാം നമുക്കുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ വാലിഡ് ആവാൻ നല്ല ചാൻസസ് കൂടുതലാണ്. ആ ബാലൻസും എടുത്തിട്ടുണ്ട് മാർക്കറ്റ്. നമുക്ക് എന്തായാലും വാച്ച് ചെയ്ത് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. ചൊവ്വാഴ്ച നമ്മൾ വിചാരിച്ച മാതിരി പോയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, 1 മിനിറ്റിൻ്റെ ഓർഡർ ബുക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. അതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അവിടെ ആ ഒരു സോൺ എടുത്തിട്ട്, ആ ഒരു ഡിമാൻഡ് സോൺ എടുത്തിട്ടാണ് മാർക്കറ്റ് അപ്പായത്. ഇപ്പോൾ 11:00 ശേഷമാണ് അപ്പായത്. ചൊവ്വാഴ്ച നമുക്ക് കിട്ടിയിട്ടില്ല നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം. ഇനി നമുക്ക് ബുധനാഴ്ചത്തെ നോക്കാം. അവരുടെ വോളിയം ബാലൻസ് ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ഹവറിൽ ഒരു ലിക്വിഡിറ്റി സീപ്പും കിട്ടിയിട്ടുണ്ട്, ഒരു MSSും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഡൗണിലോട്ട് നമുക്ക് 4 ഹവറിൻ്റെ ഒരു FVG ഉണ്ട് ഡൗൺ സൈഡിൽ. ആ FVG നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അടയാളപ്പെടുത്തിന്. ആ FVGയിലേക്ക് നമുക്ക് ആയിരിക്കും മാർക്കറ്റിന് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡൗണിലേക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയാൽ നമുക്ക് നല്ലൊരു എൻട്രി പ്ലേസ് ചെയ്യാൻ നോക്കാം. 1 മിനിറ്റിൽ ഇവിടെ 1 മിനിറ്റിൽ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി സീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1 മിനിറ്റിൽ ഒരു ഓർഡർ ബുക്കിലേക്ക് മാർക്കറ്റ് വന്ന് റിജക്റ്റ് ആവുന്നുണ്ട്. മാർക്കറ്റ് 5 മിനിറ്റിൽ അവിടെ ഒരു ഓർഡർ ബുക്ക് ആവാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. 1 മിനിറ്റിൽ ഓർഡർ ബുക്ക് നിന്ന് മാർക്കറ്റ് റിജക്റ്റ് ആവുന്നുണ്ട്. ഇവിടെ നമുക്കൊരുപാട് MSS ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരു ലിക്വിഡിറ്റി സീപ്പും കിട്ടിയിട്ടുണ്ട്. പിന്നെ ബൈ സൈഡ് ലിക്വിഡിറ്റി സീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇവിടെ ഒരു ബ്രേക്കർ ബ്ലോക്കും ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരു FVG ഉണ്ട് 1 മിനിറ്റിൽ. ബ്രേക്കർ ബ്ലോക്ക് നമുക്ക് അടയാളപ്പെടുത്തി വെക്കാം. ഏകദേശം ബുധനാഴ്ച 9:45 നമുക്ക് ആ FVG വരെ നമുക്ക് ടാർഗറ്റ് വെക്കാം. നല്ലൊരു റിവാർഡിൽ നമുക്ക് ടാർഗറ്റ് കിട്ടും. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഏതായാലും ബ്രേക്കർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി ബേസ് ചെയ്യാം. ഇനി FVG ബ്രേക്കർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി നോക്കാം. ഏകദേശം ബ്രേക്കർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. അവിടെ ഒരു FVG ഉണ്ട്. നമുക്ക് എല്ലാം കിട്ടി. നമ്മുടെ ബ്രേക്കർ ബ്ലോക്ക് കിട്ടി, ഓർഡർ ബ്ലോക്ക് കിട്ടി, ലിക്വിഡിറ്റി സീപ്പ് കിട്ടി, എല്ലാം കിട്ടിയിരിക്കുന്ന വോളിയം ബാലൻസിൻ്റെ ഹയർ ടൈം ഫ്രെയിമിൻ്റെ അടുത്താണ് പോകുന്നത്. അടുത്തതായി നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ 4 ഹവറിലേക്കാണ് നമ്മൾ TP വെച്ചിട്ടുള്ളത്. നമുക്ക് പോകാൻ നോക്കാം. വെനസ്ഡേ നമുക്ക് 9:10 മണിയോ ആ ടൈമിലൊക്കെയാണ് നമുക്ക് ഏകദേശം എൻട്രി കിട്ടിയത്. ഒരു 9:30 ആകുമ്പോൾ നമ്മുടെ സെറ്റപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ബ്രേക്കർ ബ്ലോക്കിലേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നമുക്കൊരു 9:50 ആ ടൈമൊക്കെ ആയപ്പോൾ ഒരു വന്നിരുന്നു. 9:59 ആ ടൈമൊക്കെ ആയപ്പോൾ ബ്രേക്കർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് ഒരു പ്രാവശ്യം വന്നിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇവിടെ തന്നെ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ട്. SL നമ്മൾ ഇതിൻ്റെ മുകളിലും വെച്ചിട്ടുണ്ട്. ആ 1 മിനിറ്റിൻ്റെ ഇതിൻ്റെ മുമ്പ് റിയേറ്റ് ആയ ഓർഡർ ബുക്കിൻ്റെ മുകളിലാണ് നമ്മൾ SL വെച്ചത്. TP നമ്മൾ 4 ഹവറിലെ FVGയിലേക്ക് വെച്ചു. വെനസ്ഡേ നമ്മുടെ ട്രേഡ് 100% അക്യുറേറ്റായി വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചത് മാതിരി നമ്മൾ പോയിട്ടുണ്ട്. വെനസ്ഡേ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ ഈ ബുള്ളിഷ് FVG മാർക്കറ്റ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഓർഡർ ബുക്ക് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ഓർഡർ ബുക്ക് വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോയി ഒരു നമ്മുടെ സെറ്റപ്പ് കിട്ടിയാൽ നമുക്ക് ഈ ഒരു 50 മിനിറ്റിൻ്റെ ഈ അടയാളപ്പെടുത്തിയ സോൺ വരെ നമുക്ക് TP വെക്കാവുന്നതാണ്. നമുക്ക് ഇവിടെ ഒരു എൻട്രി സെറ്റപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബുള്ളിഷിലോട്ട് നമുക്കൊരു എൻട്രി നോക്കാവുന്നതാണ്. ഇവിടെ ഏകദേശം ഇവിടെ നമ്മൾ സെറ്റപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരു FVG ഇട്ടിട്ടുണ്ട്, ഒരു MSS കിട്ടിയിട്ടുണ്ട്. പിന്നെ വോളിയം ബാലൻസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരു ഓർഡർ ബുക്ക് മിറ്റിഗേറ്റാണ് പോകുന്നത്. പിന്നെ ഇവിടെ ഒരു ബുള്ളിഷ് ഡിമാൻഡ് സോൺ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഡിമാൻഡ് സോണിൽ നമുക്ക് എൻട്രി ബേസ് ചെയ്യാവുന്നതാണ്. TP നമ്മുടെ 50 മിനിറ്റിലെ ആ ഒരു സപ്ലൈ സോണിലേക്ക് നമുക്ക് വെക്കാവുന്നതാണ്. നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ എൻട്രി നമ്മുടെ ആൻറ്റിസിപ്പേഷൻ പ്രകാരം പോകുമോ എന്ന്. വ്യാഴാഴ്ചത്തെ ഏകദേശം ഒരു ആ വോളിയം ബാലൻസ് കൃത്യമായി ഫില്ല് ചെയ്തു. ഒരു 9:53 ആയിട്ടുണ്ട് ടൈം. SL എടുത്ത് കയറുന്ന ഒരു മാതിരിയാണ് പോകുന്നത്. ഇവിടെ നമുക്കൊരു MSS കിട്ടിയിട്ടുണ്ട്, FVG കിട്ടിയിട്ടുണ്ട്, പോപ്പുലേഷൻ ഒക്കെ സെറ്റാണ് കിട്ടിയിട്ടുണ്ട്. ഇൻവേർഷനും കിട്ടിയിട്ടുണ്ട്. വ്യാഴാഴ്ച നമ്മുടെ TP ആയിട്ടുണ്ട്. ഈ വോളിയം ബാലൻസ് നല്ലോണം ഫില്ല് ചെയ്തതിന് ശേഷം തന്നെയാണ് മാർക്കറ്റ് പിന്നെ മുകളിലോട്ട് അപ്പായത്. നമ്മൾ ഏർലി എൻട്രി സ്റ്റേജിൽ കയറി ഏർലി എൻട്രി എടുത്തിട്ടുണ്ട് വ്യാഴാഴ്ച. ഞാൻ പറഞ്ഞു ഞാൻ ടെസ്റ്റ് ചെയ്യാണ്, ജസ്റ്റ് നോക്കുകയാണെന്ന്.
നമ്മളൊരു 10:15 ഒരു 9:53 നമ്മൾ എൻട്രി എടുത്തു. ഒരു 10:15 ആയപ്പോഴാണ് ആ വോളിയം ബാലൻസ് ഫുള്ളായി ഫില്ല് ചെയ്തത്. നമ്മളത് ഏകദേശം ഈ ഇവിടെ ഫസ്റ്റ് ക്രിയേറ്റ് ആയ ഓർഡർ ബുക്കിൻ്റെ ഒരു CV ലെവലിലേക്ക് നമ്മൾ SL ഇറക്കി വെച്ചത് കൊണ്ട് നമുക്ക് നമ്മുടെ SL അടിച്ചാതെ നമ്മുടെ എൻട്രി നമ്മുടെ ആൻറ്റിസിപ്പേഷൻ പ്രകാരം തന്നെ പോയി നമ്മുടെ TP ഹിറ്റായിട്ടുണ്ട് വ്യാഴാഴ്ച. ഇനി നമുക്ക് വെള്ളിയാഴ്ചത്തും കൂടെ നമുക്ക് നോക്കാം. 4 ഹവറിലെ FPG എടുത്തിട്ടാണ് മാർക്കറ്റ് ഇപ്പം ബുള്ളിഷ് ആയിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു 4 ഹവറിലൊരു ബിയറിഷ് വോളിയം ബാലൻസ് ഇവിടെ എടുത്ത് മാർക്കറ്റ് ഡൗൺ ആയി. പിന്നെ FPG എടുത്താണ് മാർക്കറ്റ് ബുള്ളിഷ് ആവുന്നത്. ഇനി നെക്സ്റ്റ് വോളിയം ബാലൻസിലേക്കാണ് നമ്മുടെ ടാർഗറ്റ്. അതുകൊണ്ട് നമുക്ക് ഈ ഫ്രൈഡേ നമുക്ക് ബുള്ളിഷിലോട്ട് നമുക്ക് നല്ലൊരു നമ്മളെ എൻട്രി സെറ്റപ്പ് രാവിലെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് വെള്ളിയാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആകാനും വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വെള്ളിയാഴ്ചത്തെ മാർക്കറ്റിൻ്റെ അനാലിസും കൂടെ നമുക്ക് നോക്കാം. നമുക്ക് ബുള്ളിഷിലോട്ടിൽ എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. വ്യാഴാഴ്ച ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. വെള്ളിയാഴ്ച എന്താണ് അവസ്ഥ എന്നറിയില്ല. ഗ്യാപ്പ് ഇട്ടോ ഗ്യാപ്പ് എങ്ങനെയാണ് തുറക്കുന്നത് ഓപ്പൺ ആകുന്നതെന്ന് അറിയില്ല. നമുക്ക് നമ്മുടെ ആൻറ്റിസിപ്പേഷൻ പ്രകാരം നമ്മുടെ സെറ്റപ്പ് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. നമുക്ക് TP നമുക്ക് ഞാൻ പറഞ്ഞില്ലേ അടുത്ത 4 ഹവറിലെ വോളിയം ബാലൻസ് വരെ നമുക്ക് TP സെറ്റ് ചെയ്ത് വെക്കാം. ഫ്രൈഡേ മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ വെരി ബുള്ളിഷ് ആയിട്ടാണ്. 1 മിനിറ്റിൽ നമുക്ക് വോളിയം ബാലൻസൊന്നും ഇല്ലാതെ കറക്റ്റായിട്ടാണ് ഓപ്പൺ ആയത്. നമുക്കൊരു പോപ്പുലേഷൻ ബ്ലോക്ക് ഇവിടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എൻട്രി ബുള്ളിഷിലോട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ഇവിടെ ഒരു പോപ്പുലേഷൻ ബ്ലോക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു പോപ്പുലേഷൻ ബ്ലോക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ പോപ്പുലേഷൻ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഒരു FPG ഇൻഡ്യൂസ്മെൻറ്റ് എല്ലാം ഉണ്ട്. ബ്രേക്ക് സ്ട്രക്ചറും ഉണ്ട്. 1 മിനിറ്റിൽ നമുക്ക് SL നമുക്ക് ഈ ഒരു വോളിയം ഇവിടെ ഒരു 1 മിനിറ്റിൽ ഒരു വോളിയം ബാലൻസ് ഉണ്ട്. ചെറിയൊരു വോളിയം ബാലൻസ് ഉണ്ട്. ഇതിൻ്റെ ഡൗൺ സൈഡിൽ വെക്കാം. SL നമുക്ക് ഇതിൻ്റെ ഒരു ഡൗൺ സൈഡിൽ വെക്കാം. TP ഞാൻ പറഞ്ഞില്ല 4 ഹവറിൻ്റെ വോളിയം ബാലൻസിലോട്ട് വെക്കാം. ബാലൻസിൻ്റെ C ലെവൽ വരെ വെക്കാമാണെങ്കിൽ നമുക്ക് വോളിയം ബാലൻസിൻ്റെ C ലെവൽ നമുക്ക് C ലെവൽ എടുക്കാൻ വേണ്ടി മിഡിൽ ലൈൻ ഓൺ ആക്കിയിട്ട് നമുക്ക് C ലെവൽ എന്ന് പറഞ്ഞപ്പോൾ ആ സെൻറ്റർ പോയിന്റ് C ലെവൽ വരെ നമുക്ക് വെക്കാം. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് എൻട്രി എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഫ്രൈഡേ നമുക്ക് നമ്മുടെ വോളിയം ബാലൻസ് വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല കൺസോൾട്ടേഷൻ കളിച്ചിട്ടാണ്. ഇവിടെയാണ് ഈ പ്രീമിയം ഡേക്കിൻ്റെ വിഷയം വരുന്നത്. ഇവിടെ നമ്മൾ 3 എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓരോ പോപ്പുലേഷൻ ബ്ലോക്ക് നമ്മൾ എൻട്രി എടുത്ത് ഇങ്ങനെ പോയിട്ടാണ് ചെയ്തെടുക്കുന്നത്. SL നമ്മൾ B ലെവലിൽ വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ SL ഇങ്ങനെ കയറ്റി കാണിച്ച് തരുന്നത്. അപ്പം നമ്മുടെ ഈ സ്ട്രാറ്റജി എന്നാൽ നമുക്ക് ആകെ ചൊവ്വാഴ്ച മാത്രമേ ഉള്ളൂ വർക്കാവാത്തൊരു ദിവസം ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും നമുക്ക് വർക്കായിട്ടുണ്ട് ഈ സ്ട്രാറ്റജി. അപ്പം ഈ കഴിഞ്ഞ വീക്ക് കേട്ടോ ഞങ്ങളും ഇതേമാതിരി എല്ലാം ബാക്ക് ടെസ്റ്റ് ചെയ്ത് എല്ലാം ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്ന് നോക്കുക. അതേമാതിരി ഫോർവേഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നോക്കുക. ആരും ഇത് ബ്ലൈൻഡ് ആയിക്കാണ്ട് പോയി അപ്ലൈ ചെയ്യരുത്. ഇത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് നല്ലോണം നോക്കിയതിന് ശേഷം നോക്കുക. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഓക്കെ ബൈ, താങ്ക് യു.